ആദ്യമേ തന്നെ കോമഡി മാസ്റ്റേഴ്സ് ഈ പ്രോഗ്രാമിന് ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ചിലപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനമാണ്. അപ്പം നമുക്കൊക്കെ നന്നായിട്ടറിയാം എങ്ങനെയാണ് ശരിക്കും നമ്മളൊരു മാനസിക ആരോഗ്യത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ്റെ കഴിവുകളെ ഏറ്റവും കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞ് അവൻ്റെ പരിമിതികളെ ഓവർകം ചെയ്ത് അവന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ശരിക്കും ഒരു മാനസിക ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് പറയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കോമഡി മാസ്റ്റേഴ്സ് പോലെയുള്ള ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടി അവരുടെ മാനസിക ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തു. സോ അതിനൊരു വലിയ സല്യൂട്ട് ആദ്യമേ തന്നെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ പ്രൊഫഷൻ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനാണ്. ഞാനൊരു സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനറാണ്. അപ്പൊ ഞാൻ കേട്ടെ ഇവരുടെയൊക്കെ ഒരു മെന്റൽ ഹെൽത്ത്, ഇവരുടെ മാനസികാരോഗ്യം എനിക്കിപ്പോ ഇവരുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്റെ മനസ്സ് വായിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഇപ്പൊ ഇവരെ വെറുതെ വിടാം. ഇടയ്ക്ക് നമുക്ക് ഇവരെ ആവശ്യമുണ്ട്. എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. ഉണ്ട്. എനിക്ക് ആ സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ. അങ്ങനെ ചങ്ങല എന്തെങ്കിലും അങ്ങനെ ഇതുവരെ കുഴപ്പം ഒന്നുമില്ല. കാണിച്ചുതരാം. ഒന്നിങ്ങനെ കാണിച്ചേ, കാണിക്കേ രാത്രി ആയി കഴിഞ്ഞാൽ വവ്വാലിന്റെ ഡ്രസ് ഇട്ട് വരും. കാരണം എല്ലാവരും എന്നാ ഞാൻ വേറെ മാനസിക ആരോഗ്യത്തിന് പ്രശ്നം ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങി. അല്ലല്ല, ഇവരിവിടെ നിക്കട്ടെ. എക്യുപ്മെന്റ്സ് ഞാനും എടുക്കാൻ ഹെൽപ്പ് ചെയ്യാം. ഇവരും കൂടെ ഇതിൽ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ. അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. അങ്ങനെ പറയണം. അതെന്താണ് പ്രശ്നം? ഒരു സൈഡ് തരാന്നാ. അല്ല, ഇപ്പൊ തൽക്കാലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. എലീനയുടെ മനസ്സിലുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ എനിക്ക് തൽക്കാലം ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോ അതുവരെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അതുവരെ ആലോചിച്ചോണ്ടിരിക്കുക. അതിനുശേഷം എനിക്ക് ഷാജോൺ ചേട്ടനെ ആവശ്യമുണ്ട്. അതുവരെ രണ്ടുപേരെയും ഞാൻ തൽക്കാലം നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷെ ഞാൻ വരും. എനിക്ക് രണ്ടുപേരുടെ കുഴപ്പമില്ല. ഞങ്ങളുടെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോളാം. ഞാനിപ്പോ ഇവിടെ നിൽക്കണോ ആ സമയത്ത് തന്നെ വിളിച്ചാൽ മതി. എന്താ ചേട്ടാ എല്ലാം ഇന്നും പൊളിയണം. എല്ലാരും പോയി നമ്മളെ ഇവിടെ ഇട്ടിട്ട് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിന് വേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തിട്ടുണ്ടോ? ശരി, ഒരു കാര്യം ചെയ്യാം. ഈ റുബിക്സ് ക്യൂബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഞാൻ ക്യൂബ് എടുക്കാം. ക്യൂബ് എടുത്തതിന് ശേഷം ഞാൻ ഈ കാര്യം പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്ക് ഷാജോൺ ചേട്ടന്റെ തീർച്ചയായും ഒരു വലിയ കോൺസെൻട്രേഷൻ ഇതിനകത്ത് ആവശ്യമുണ്ട്. ഓക്കെ, 2 ക്യൂബ് എന്റെ കൈവശമുണ്ട്. ഓക്കെ, ഒരു ക്യൂബ് ഇതൊരു പ്രഡിക്ഷൻ ക്യൂബാണ്. ഞാനിത് തൽക്കാലം ഇവിടെ വെക്കുന്നു. ഈ ക്യൂബ് എലീനയ്ക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്തേ നോക്കട്ടെ. എലീനയുടെ മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം അതിനകത്ത് കാണിക്കരുത്. എനിക്ക് ഇനി പരിപാടികളുണ്ട്. അതുകൊണ്ട് മാനസികാരോഗ്യം വെച്ച് നോക്കി മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇപ്പം എലീന ചെയ്ത ഒരു പാറ്റേൺ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഷാജുൻ ചേട്ടാ, ഈ ക്യൂബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ആ ഒരു പാറ്റേണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേണിൽ മിക്സ് ചെയ്ത് വെച്ച ഒരു പ്രഡിക്ഷൻ ക്യൂബ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ക്യൂബ് ഞാൻ ഷാജോൺ ചേട്ടന്റെ കയ്യിലേക്ക് തരികയാണ്. ചേട്ടൻ ചെയ്യേണ്ടത് ഒരു കാര്യം, ഞാൻ ചേട്ടനെ എൻ്റെ ഒരു മൈൻഡിന്റെ കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ചേട്ടൻ ഏതെങ്കിലും ഒരു വശം മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചേട്ടന് സ്റ്റോപ്പ് ചെയ്യാം. ഏതെങ്കിലും ഒരു വശം മാത്രമേ അല്ല, ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പക്ഷെ പതുക്കെ ചെയ്താൽ മതി. ഒരിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന ഈ പ്രഡിക്ഷൻ ക്യൂബിന്റെ ഒരു വശവുമായിട്ട് ഷാജോൺ ചേട്ടൻ മിക്സ് ചെയ്ത ക്യൂബിന്റെ ഒരു വശം മാച്ച് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പതുക്കെ ചെയ്താൽ മതി. എന്റെ ജസ്റ്റ് എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയത് ക്യൂബിലേക്ക് നോക്കാം. നിർത്താൻ പ്ലാൻ ഇല്ലെന്ന് തോന്നുന്നു ഷാജോൺ ചേട്ടാ. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യൂബ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഷാജോൺ ചേട്ടാ, ഒരു തവണ കൂടെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാറ്റേൺ മൊത്തം മാറും. സോ എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തണോ അതോ ഒരു റൗണ്ട് കൂടെ പോകണോ? ഒരു തവണ കൂടെ ഒന്ന് ചെയ്യണം. എന്നാ ചെയ്തോ, നോക്കാം. ആ ക്യൂബ് ഈ തരാമോ?
ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു വശം മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. യെസ്, എന്റെ അമ്മേ, ദേ, match-ആയി. ബട്ട് വെയിറ്റ്, ഞാൻ ഒരു വശം എന്നല്ലേ പറഞ്ഞത് അതെ. അല്ലേ? ആ. ബട്ട് സീ, ടു സൈഡ്സ്. സൂപ്പർ But wait. സൂപ്പർ. 3 sides. Totally Oh my god. 4 sides. വെരി ഗുഡ്. 5 sides. 6 sides. എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ക്യൂബിന്റെ പൊസിഷൻ അങ്ങനെ തന്നെ വെച്ച് ഇത് പിന്നെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഷാജൻ ചേട്ടാ? മൈ ഗോഡ്. നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്തു നോക്കാം. ആ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂബിനെ സോൾവ് ചെയ്യാന്നുള്ളതാണല്ലോ. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഈ ക്യൂബിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ നമുക്കൊന്ന് ട്രൈ നോക്കാം. ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂബ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തു, ഇങ്ങനെ ഒന്ന് പിടിച്ചു. അവസാനം എത്രയോ സമയമെടുത്ത് ചെയ്ത ഒരു ക്യൂബാണ് ഷാജൻ ചേട്ടാ സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, സൂപ്പർ സൂപ്പർ. അത് ഗംഭീര സംഭവം. ഈ ചെയ്ത ഈ വർക്ക് പ്രാക്ടീസ് ചെയ്ത് എത്ര വർഷം വേണ്ടിയെടുക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം ഞാൻ എടുത്തിട്ടാണ് ഇത് പിന്നെ പ്രാക്ടീസ് ചെയ്തത്. അപ്പം നേരത്തെ പല സ്റ്റേജുകളിൽ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്കിലും ചില സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നി ഇത് ശരിയാണോ. ഒരു മൂവ്മെന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരുമല്ലോ. സിരാജ, നിങ്ങളുടെ പ്രസന്റേഷൻ ഗംഭീര കേട്ടോ. ഡയലോഗ് ഡെലിവറി, കാരണം പെട്ടെന്ന് തന്നെ ഒരു ഓഡിയൻസിനെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു നിങ്ങളുടെ സ്റ്റൈൽ ഉണ്ടല്ലോ, ഹ്യൂമർ സെൻസും അതും ഹ്യൂമർ സെൻസും. കാരണം ഇത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ രാജാവാണ്, ഈ ഒരു ഒറ്റ സംഭവത്തെ നമുക്ക് മനസ്സിലായി. അടിപൊളിയായിരുന്നു. ഇനിയും പ്രതീക്ഷിക്കും. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും മെന്റൽ ഹെൽത്ത് ഡേ ആയ ഇന്ന് വന്ന് നമ്മളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദി.